ഹായ് മക്കളെ, ടീച്ചർ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ തരാമെന്ന് ചോദിച്ചു. 2024 ഉപജില്ലാ തലത്തിൽ നടന്ന അക്ഷരമുറ്റം UP വിഭാഗം ചോദ്യപേപ്പറാണിത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതോടനുബന്ധിച്ച് 2-3 ചോദ്യങ്ങളും ടീച്ചർക്ക് പറഞ്ഞുതരാനുണ്ട് കേട്ടോ. അപ്പോൾ ചോദ്യം ഒന്ന്, ചിത്രത്തിൽ കാണുന്ന പാലം വയനാട്ടിലെ മുണ്ടക്കയിൽ സൈന്യം വളരെ വേഗത്തിൽ നിർമ്മിച്ചതാണ്. എന്താണ് ഈ പാലത്തിൻ്റെ പേര്? ഈ പാലത്തിൻ്റെ പേരെന്താണ്? ബെയ്ലി പാലം. ഇതോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ജൂലൈ 30 ഹൃദയഭൂമി എന്താണെന്നറിയോ? മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരെ അടക്കം ചെയ്തിട്ടുള്ള ആ ഭൂമിയെ പറയുന്ന പേരാണ്, ശ്മശാന ഭൂമിയെ പറയുന്ന പേരാണ് ജൂലൈ 30 ഹൃദയഭൂമി. ചോദ്യം 2, COVID-19 മഹാമാരി മൂലമുണ്ടായ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ 2020 ജൂൺ 1 മുതൽ വിക്ടേഴ്സ് ടെലിവിഷൻ ചാനൽ വഴി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച അധ്യയന പരിപാടിയുടെ പേര് എന്താണ്? എന്താണ് അതിൻ്റെ പേര്? ഫസ്റ്റ് ബെല്ല്. ഇനി അതോട് അവർ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ സംരംഭമായ ഈ പദ്ധതിയുടെ ആപ്തവാക്യം വീട്ടിലൊരു വിദ്യാലയം എന്നാണ്. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി നമുക്ക് കിട്ടിയ എന്താണ്? ഈ ഫസ്റ്റ് ബെൽ എന്നതിൻ്റെ ആപ്തവാക്യം വീട്ടിലൊരു വിദ്യാലയം എന്നാണ്. നമ്മൾ വീട്ടിലിരുന്നിട്ടാണല്ലോ പഠിച്ചത്. അപ്പോൾ വീട്ടിലൊരു വിദ്യാലയം. ഇതൊന്നും ഇപ്പോൾ ഈ പ്രാവശ്യം ചോദിക്കില്ല. ഈ പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് പുതിയ IT സംരംഭത്തിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അതായത് ബിറ്റ് ചാറ്റ് ഉണ്ട്. മെസ്സേജ് പോലെ പുതിയൊരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതൊരു ബിറ്റ് ചാറ്റ്. അതൊക്കെ ടീച്ചർ കറണ്ട് അഫയേഴ്സിൽ ഇട്ടിട്ടുണ്ട്. കൈറ്റിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. പിന്നെ ചോദ്യം 3, ഞാൻ പല സിദ്ധാന്തന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. നോബൽ സമ്മാന ജേതാവ് കൂടിയായ ഒരു കവിയാണ് ഇങ്ങനെ പറഞ്ഞത്. ആര്? ഉത്തരം ടാഗോർ. അപ്പോൾ ശ്രീനാരായണ ഗുരു ജയന്തി സമാധിയൊക്കെ കഴിഞ്ഞ ഈ ഇതിലാണ് നടന്നത്. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് അവരെക്കുറിച്ചുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അപ്പം ടീച്ചറൊരു കാര്യം ചോദിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് 2025 നടന്നത്? 4, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിരിക്കും. ഒരു കഥയോടെയാണ് മാഗസിൻ അവസാനിക്കുന്നത്. കഥയുടെ അവസാന ഭാഗത്തെ വരികൾ വായനക്കാരെ വേദനിപ്പിക്കുന്നു. കഥയിൽ ഒരു കിളി പറയുന്നു, ഇവിടം വിട്ടുപോയിക്കോ, വേഗം രക്ഷപ്പെട്ടോ, ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു. മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്ന്. എന്തായിരുന്നു ആ മാഗസിന് നൽകിയ പേര്? ഉത്തരം വെള്ളാരങ്കല്ലുകൾ. ചോദ്യം 5, ഇന്ത്യയുടെ ഏത് കറൻസി നോട്ടിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് കിട്ടിയോ? മനസ്സിലായോ? റാണി കി വാവ്. ഇത് 100 രൂപയുടെ പിന്നിലാണ് ഉള്ളത്. ഇതുപോലെ എല്ലാ നോട്ടിൻ്റെയും പിന്നിലുള്ളത് ഞാൻ ടീച്ചർ കഴിഞ്ഞ CH പ്രതിഭാ ക്വിസിലിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ചോദ്യം 6, കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനൊറ്റ തോഴി. ചീത്തകൾ കൊത്തിവലിക്കുകിൽ മേറ്റവും വൃത്തിവെടുപ്പെടുന്നോൾ. അതായത് ഇതൊരു കവിതയാണ്. ആ കവിത ആരാണ് എഴുതിയതെന്ന്, കാക്ക എന്ന കവിത ആരാണ് എഴുതിയത്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ചോദ്യം 7, സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ദുരിതക്കയത്തിൽ നിന്നും അവരെ കരകയറ്റാൻ നമുക്ക് ആവുന്ന സഹായങ്ങൾ ചെയ്യാം. ദുരിതാശ്വാസം എന്ന പദത്തിന് തുല്യമായ ഇംഗ്ലീഷ് വാക്കാണല്ലോ ഡിസ്ട്രസ് റിലീഫ്. ഡിസ്ട്രസിൻ്റെ സ്പെല്ലിങ് കണ്ടല്ലോ, തന്നിട്ടുണ്ട് കേട്ടോ. ഡിസ്ട്രസിൻ്റെ സ്പെല്ലിങ്. റിലീഫിൻ്റെ സ്പെല്ലിങ് എന്താണ്? RELIEF. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ചോദ്യം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് കേട്ടോ.
ചോദ്യം 9. ഡച്ച് ചിത്രകാരൻ വാൻഗോങ്ങിൻ്റെ വിഖ്യാതമായ ഏത് പെയിൻറ്റിംഗ് ആണിത്? ഉത്തരം ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ചോദ്യം 10. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം? ഉത്തരം എന്താണ്? 35 വയസ്സ്. ചോദ്യം 11. ചിത്രത്തിൽ കാണുന്ന സ്പോർട്സ് ഉപകരണം ഏതാണ്? ഉത്തരം ജാവലിൻ. ചോദ്യം 12. ജ്വൽ ഓഫ് ഇന്ത്യ അഥവാ ഭാരതരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം മണിപ്പൂർ. ചോദ്യം 13. കേരളത്തിലെ ആദ്യത്തെ മയിൽ സംരക്ഷണ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിൽ ഏത് സ്ഥലത്താണ്? KK നീലകണ്ഠനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഏതാണ് പക്ഷി സങ്കേതം? മയിൽ സംരക്ഷണ പക്ഷി സങ്കേതം ഉണ്ട് ഒരെണ്ണം, അത് പാലക്കാട് ജില്ലയിലാണ്. അത് ഏതാണെന്ന്? ഉത്തരം ചൂലന്നൂർ. ചോദ്യം 14. 2006 ആഗസ്റ്റ് 24 വാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഉത്തരം പ്ലൂട്ടോ ഗ്രഹമല്ലാതെയായി. ചോദ്യം 15. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡൽ എത്രയാണ്? ഉത്തരം 6. ഇതോടനുബന്ധിച്ച് നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സ് നടന്ന സ്ഥലം എവിടെയാണ്? അതുപോലെ 2027 പാരീസ് ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം എവിടെയാണ്? പിന്നെ ഒന്നും കൂടി ചോദിക്കാം, അടുത്ത പാരീസ് ഒളിമ്പിക്സ് എന്നാണ്? ഏത് വർഷമാണ്? ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതൂ കേട്ടോ. ചോദ്യം 16. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഉർവശിയെ കൂടാതെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച അധ്യാപിക ആരാണ്? ഉത്തരം ബീന ആർ ചന്ദ്രൻ. ചോദ്യം 17. 140 മുട്ടകൾ 2 പെട്ടികളിലായി അടുക്കി വച്ചിരിക്കുന്നു. ഒന്നാമത്തെ പെട്ടിയിൽ ഉള്ളതിനേക്കാൾ 10 മുട്ടകൾ കൂടുതലാണ് രണ്ടാമത്തെ പെട്ടിയിലുള്ളത്. രണ്ടാമത്തെ പെട്ടിയിൽ എത്ര മുട്ടകളുണ്ട്? ഉത്തരം 75. ചോദ്യം 18. ജൂലൈ 22 ഇന്ത്യയിൽ ഏത് ഫലത്തിൻ്റെ ദിനമാണ്? ഉത്തരം മാമ്പഴം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അക്ഷരമറ്റം ആഴ്ച പതിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ചോദിക്കാൻ സാധ്യത 3-4 ചോദ്യങ്ങളുണ്ട്. അതായത് പരിസ്ഥിതി ദിനം എന്നാണ്, അതുപോലെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്, പ്രമേയം, അതുപോലെ ലോക തണ്ണീർത്തട ദിനം എന്നാണ്, പിന്നെ ആനകളെ സംരക്ഷിക്കുന്ന ദിനമാണ് ഓഗസ്റ്റ് 2. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഹിരോഷിമ നാഗസാക്കി ദിനം ചോദിക്കാം, ആഗസ്റ്റ് 6 ആഗസ്റ്റ് 9. ഇനി ചോദ്യം 20. നാടൻ കലകളുടെ പുനരുദ്ധാരണവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേരള ഫോക്ക് ലോർ അക്കാദമി 1995 രൂപീകരിച്ചത്. ഏത് ജില്ലയിലാണ് ആസ്ഥാനം? ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. ഇനി ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2-3 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വേടൻ്റെ കവിത ഉൾപ്പെടുത്തിയില്ലേ? വേടൻ്റെ യഥാർത്ഥ പേരെന്താ ചോദിക്കാം. ആരുടെ കവിതയാണ് ഉൾപ്പെടുത്തിയത്? വേടൻ്റെ കവിതയാണ്. അതൊക്കെ ഈ അക്ഷരമറ്റം ആഴ്ചപ്പതിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളിൽ ടീച്ചർ ഇട്ടിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ടൈ ബ്രേക്കറാണ്. ചോദ്യം 1. ഡിസംബർ 22 ഈ പ്രതിഭാശാലിയുടെ ജന്മദിനം. തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള ഇദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ മ്യൂസിയമാണ്. 1887 ജനിച്ചു, 1920 അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. ചോദ്യം 2. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ചണ്ഡീഗഡ്. ചോദ്യം 3. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ചോദ്യം 4. കുരുത്തോല കൊണ്ടുള്ള മയ്യാവരണം ഏതിനം തുള്ളലിലാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ശീതങ്കം തുള്ളൽ. ചോദ്യം 5. 2024 പാരീസിൽ നടന്നത് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ്? നേരത്തെ മെഡലുകളുടെ എണ്ണം 6 എന്ന് പറഞ്ഞു, ഇന്ത്യക്ക് 6 മെഡലുകൾ കിട്ടി പറഞ്ഞു. ഇപ്പോൾ അടുത്ത ചോദ്യം കണ്ടോ, 2024 പാരീസിൽ നടന്നത് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ്? ഉത്തരം